നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ തൊഴിലില്ലാത്ത യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. യൂറോപ്പിലെ ധനിക രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്ത്. UK-യിലെ 16-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ ഏകദേശം 10 ലക്ഷത്തോളം പേർ ജോലിയോ പഠനമോ പരിശീലനമോ ഇല്ലാത്തവരാണെന്ന് റെസല്യൂഷൻ ഫൗണ്ടേഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. യൂറോപ്പിലെ ധനിക രാജ്യങ്ങളിൽ ഇറ്റലിക്കും ലിത്വാനിയയ്ക്കും പിന്നിൽ 3-ാം സ്ഥാനത്താണ് UK. 2019-ൽ 13% ഈ നിരക്ക് 2025-ഓടെ 15% ഉയർന്നു. മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ വർധനവ്, തൊഴിൽ പരിശീലനത്തിലെ പോരായ്മകൾ, ആനുകൂല്യങ്ങൾ നൽകുന്നതിലെ അശാസ്ത്രീയത എന്നിവയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നെതർലാൻഡ്സിനെ അപേക്ഷിച്ച് UK-യിലെ ഈ നിരക്ക് 3 ഇരട്ടി കൂടുതലാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ യൂത്ത് ഗ്യാരണ്ടി പദ്ധതിയിലൂടെ 10 ലക്ഷം അവസരങ്ങൾ ഒരുക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കൂടാതെ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഗാർഹിക പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകളിൽ വൻ വർധനവ്. ഇരകളിൽ ഭൂരിഭാഗവും യുവതികൾ. UK-യിൽ ഗാർഹിക പീഡനത്തിന് ഇരയായവരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതായി നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ വെളിപ്പെടുത്തി. 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 150 പേർ ഇത്തരത്തിൽ ജീവനൊടുക്കി. മുൻ വർഷത്തെ 98 മരണങ്ങളിൽ നിന്നാണ് ഈ വർധനവ്. ഇരകളിൽ 73% സ്ത്രീകളാണ്. ഇതിൽ ഭൂരിഭാഗവും വെള്ളക്കാരായ വംശജരാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇരകളിൽ 16 മുതൽ 24 വയസ്സുവരെയുള്ളവരുടെ പങ്കാളിത്തം 8%. സോഷ്യൽ മീഡിയയിലെ ടോക്സിക് സ്വാധീനങ്ങളും അക്രമാസക്തമായ പോണോഗ്രഫിയും യുവാക്കൾക്കിടയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാക്കുന്നതായി പോലീസ് കരുതുന്നു. ഗാർഹിക പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയെ പ്രത്യേക ക്രിമിനൽ കുറ്റമായി കാണണമെന്ന ആവശ്യം ശക്തമാണ്. മരിച്ചവരിൽ പലരും മുമ്പ് സഹായത്തിനായി പല ഏജൻസികളെയും സമീപിച്ചിരുന്നതായും എന്നാൽ സംവിധാനങ്ങളുടെ പരാജയം മൂലം ജീവൻ നഷ്ടപ്പെട്ടതായും ഡൊമസ്റ്റിക് അബ്യൂസ് കമ്മീഷണർ വ്യക്തമാക്കി. വിദേശ കെയർ വർക്കർമാരുടെ സ്ഥിരതാമസ നിയമം യൂണിസൺ പ്രതിഷേധം ശക്തമാക്കുന്നു. വിദേശ കെയർ വർക്കർമാർക്ക് UK-യിൽ ILR ലഭിക്കാനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്ന് 15 വർഷമായി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ യൂണിസൺ യൂണിയൻ പ്രതിഷേധം കടുപ്പിച്ചു. ഏപ്രിൽ 27-ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ മണ്ഡലമായ ബർമിംഗ്ഹാമിൽ 20,000-ഓളം ലഘുലേഖകൾ വിതരണം ചെയ്താണ് പ്രതിഷേധം ആരംഭിച്ചത്. ഈ പുതിയ നിയമം നടപ്പിലായാൽ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന 1/3 വിദേശികളും കാനഡയോ ഗൾഫ് രാജ്യങ്ങളോ തേടിപ്പോകുമെന്നും ഇത് UK-യുടെ കെയർ മേഖലയെ തകർക്കുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ UK-യിൽ ഈ മേഖലയിൽ 1.5 ലക്ഷത്തിലധികം ഒഴിവുകളുണ്ട്. വിദേശികളെ മാത്രം ആശ്രയിക്കുന്ന ഈ മേഖലയിൽ പുതിയ നിയമം തിരിച്ചടിയാകും. വിസ സ്പോൺസർഷിപ്പ് നിയമങ്ങളിൽ മാറ്റം വരുത്തി തൊഴിലാളികൾക്ക് തൊഴിലുടമകളെ മാറാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും യൂണിസൺ ആവശ്യപ്പെടുന്നു. എന്നാൽ പുതിയ സാലറി ത്രഷോൾഡുകളുമായും പേ ബാൻഡ് ഘടനയുമായും പൊരുത്തപ്പെടുന്നതിനാണ് ഈ കാലാവധി വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഹോം ഓഫീസിന്റെ വിശദീകരണം. UK-യിൽ വാഹനാപകടത്തിൽ തിരുവനന്തപുരം സ്വദേശിക്ക് ദാരുണാന്ത്യം. UK-യിലെ ബെക്സിലിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശിയായ ബെൻഹർ ബെർണാഡ് അന്തരിച്ചു. ഏപ്രിൽ 25 ശനിയാഴ്ച രാത്രി 9:15-ഓടെയാണ് അപകടം സംഭവിച്ചത്. പഠനത്തിനും ജോലിക്കുമായി UK-യിലെത്തിയ ബെൻഹറിന്റെ അപ്രതീക്ഷിത വേർപാട് പ്രവാസി മലയാളി സമൂഹത്തെയും ജന്മനാടിനെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വെട്ടുകാട് സെന്റ് മേരീസ് LPS റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് പ്രഷീല ബെർണാഡിൻ്റെയും ചാൾസ് ബെർണാഡിൻ്റെയും മകനാണ്. ബെയ്സ് ബെർണാഡ് ഏക സഹോദരനാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ബെൻഹറിന്റെ വിയോഗത്തിൽ പ്രവാസി സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. വാടക വർധനവിനെതിരെ ബ്രിട്ടീഷ് സർക്കാർ 1 വർഷത്തേക്ക് മരവിപ്പിക്കാൻ നീക്കം. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ഇംഗ്ലണ്ടിലെ വീടുകളുടെ വാടക വർദ്ധിപ്പിക്കുന്നത് 1 വർഷത്തേക്ക് നിരോധിക്കാൻ ചാൻസലർ റേച്ചൽ റീവ്സ് ആലോചിക്കുന്നു. യുദ്ധം മൂലമുണ്ടാകുന്ന പണപ്പെരുപ്പവും ജീവിതച്ചെലവ് വർധനവും സാധാരണക്കാരെ ബാധിക്കാതിരിക്കാനുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് പാക്കേജിന്റെ ഭാഗമായാണ് ഈ അസാധാരണ നീക്കം. നിലവിൽ വാടക നിയന്ത്രണങ്ങളോട് സർക്കാർ വിമുഖത കാണിച്ചിരുന്നെങ്കിലും മോർട്ട്ഗേജ് നിരക്കുകൾ ഉയരുന്നതും കുടുംബ ബജറ്റുകൾ താളം തെറ്റുന്നതും കണക്കിലെടുത്താണ് നിലപാട് മാറ്റം. അടുത്ത കുറച്ച് ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും. എന്നാൽ പുതിയ വീടുകളെ ഈ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. വാടക മരവിപ്പിക്കുന്നത് പുതിയ വീടുകളുടെ നിർമ്മാണത്തെ ബാധിക്കുമെന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം സ്പെയിൻ, സ്കോട്ട്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ സമാനമായ രീതിയിൽ വാടക നിയന്ത്രണങ്ങൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാതിരിക്കാൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ലേബർ സർക്കാർ ശ്രമിക്കുന്നത്.
ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയ്ക്ക് ചരിത്ര നിമിഷം. ആദ്യ പൗരോഹിത്യ സ്വീകരണം മെയ് 2-ന്. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പൗരോഹിത്യ സ്വീകരണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ലണ്ടനിലെ ചിം സെന്റ് ജോൺ വിയാനി മിഷനിൽ നിന്നുള്ള ഡീക്കൻ മൈക്കൽ കൊച്ചേരി മെയ് 2 ശനിയാഴ്ച പുരോഹിതനായി അഭിഷിക്തനാകും. രൂപതയുടെ സ്വന്തം സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആദ്യ ബാച്ചിലെ അംഗമാണ് ഇദ്ദേഹം. മെയ് 3 ഞായറാഴ്ച ഇദ്ദേഹം തൻ്റെ പ്രഥമ വിശുദ്ധ കുർബാന അർപ്പിക്കും. രൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ കൃപയുടെയും സന്തോഷത്തിൻ്റെയും നിമിഷമാണിതെന്ന് സഭാ അധികൃതർ അറിയിച്ചു. കാൻറ്റർബറി റീജിയണിൽ ഉൾപ്പെടുന്ന ചിം മിഷനിലെ വിശ്വാസികൾ വലിയ ആവേശത്തോടെയാണ് ഈ ചടങ്ങിനായി കാത്തിരിക്കുന്നത്. പൗരോഹിത്യ സ്വീകരണത്തിന് മുന്നോടിയായി ഡീക്കൻ മൈക്കലിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ രൂപതാധ്യക്ഷൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. യുകെയിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയിലെ സുപ്രധാന നാഴികക്കല്ലായി ഈ ശുശ്രൂഷ വിലയിരുത്തപ്പെടുന്നു. ഇംഗ്ലീഷ് ചാനൽ കടന്നുള്ള കുടിയേറ്റം വർദ്ധിക്കുന്നു. എറിട്രയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തുന്നവർ കൂടുതൽ. ഇംഗ്ലീഷ് ചാനൽ കടന്ന് ചെറിയ ബോട്ടുകളിൽ ബ്രിട്ടനിലെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ചാനൽ കടക്കാൻ ശ്രമിച്ച 100-ലധികം കുടിയേറ്റക്കാരെ ഫ്രഞ്ച് തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. 2025 ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 41,472 പേരാണ് ഇത്തരത്തിൽ അനധികൃതമായി ബ്രിട്ടനിലെത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ദൃശ്യമാകുന്നത്. 2021 28,526 പേർ എത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ 40,000 കടന്നിരിക്കുന്നത്. എറിട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സുഡാൻ, സൊമാലിയ എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിൽ. യുദ്ധം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയാണ് ഇവരെ ഇത്തരം അപകടകരമായ യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്നത്. ബോട്ടുകൾക്ക് പുറമെ വിസ കാലാവധി കഴിഞ്ഞും വ്യാജരേഖകൾ ഉപയോഗിച്ചും രാജ്യത്ത് തുടരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം നേരിടാൻ ഫ്രാൻസും ബ്രിട്ടനും തമ്മിലുള്ള സഹകരണം ശക്തമാക്കണമെന്ന ആവശ്യമുയരുന്നു. മനുഷ്യക്കടത്ത് സംഘങ്ങളെ തടയാൻ കർശന നടപടികൾ വേണമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.